ഈ മണ്ഡലത്തിൽ BJP ജയിക്കും. അഞ്ജലി നായർ കൊണ്ടുപോകും. കൊണ്ടുപോകും. ജയിക്കാൻ സാധ്യത ഇപ്പൊ കോൺഗ്രസിനാണ്. BJP അല്ലെങ്കിൽ UDF. അഞ്ജലി നായർക്ക് സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. 99% സാധ്യതയുണ്ട്. പിണറായിയുടെ ഇതിൽ ഞങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു അഭിപ്രായമാണ്. കേരളത്തിൽ താമര വിരിയും, മറ്റാരും വിരിയാൻ സമ്മതിക്കില്ല. UDF ജയിക്കുമായിരിക്കും. കേരളത്തിൽ താമര വിരിയോ? വിരിയും, തീർച്ചയായിട്ടും. ഒരു 22 താമര വിരിയാൻ സാധ്യതയുണ്ട് കുറഞ്ഞത്. ഇപ്പോൾ ക്രിസ്ത്യാനിക്ക് മുസ്ലിമിനും ഇവിടെ താമസിക്കണമെങ്കിൽ LDF തന്നെ വേണം. വിജയ സാധ്യത ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ആർക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ NGOD ആയിട്ട് നിൽക്കുകയാണ്. 3000 പെൻഷൻ കൊടുക്കും, 5000 കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഒരു ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഒരു 1000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ ഒരു വീട് പണിത് കഴിഞ്ഞാൽ അവൻ്റെ കാർഡ് മാറ്റിക്കളയുകയാണ്. അപ്പോൾ അവനക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ ഒരു മരുന്ന് പോലും കിട്ടുന്നില്ല. ആര് ജയിക്കുന്ന പറയാൻ എനിക്ക് 3 പേര് ഇപ്പം ത്രികോണം മനസ്സിലാക്കണം. ആര് ജയിക്കുന്നത് പറയാൻ പറ്റില്ല. എന്റെ ജയിക്കണം അഞ്ജലി നായർ ജയിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ഇടതുപക്ഷക്കാരനല്ലോ വലതുപക്ഷക്കാരനുമല്ല. 10-20 വർഷം കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ആര് വെച്ച് ചവിട്ടി കൂട്ടി. LDF ആള് ജയിക്കുമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. കോൺഗ്രസ് ജയിക്കുള്ളൂ. കോൺഗ്രസ് ജയിക്കുള്ളൂ. അല്ല, ഇപ്പോൾ കഴിഞ്ഞ വർഷം 10 കൊല്ലമല്ല അവരുടെ ഭരണം ഞങ്ങൾക്ക് വെറുപ്പായി. LDFന്റെ ഒരു അഞ്ജലി നായർ കുറച്ച് വോട്ട് പിടിച്ച് മാറ്റും, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങൾക്കൊക്കെ ഈ കുമ്പളങ്ങി പാലാണേലും ഓരോ പാലങ്ങളാണേലും ഒക്കെ വന്നില്ല, റോഡുകളാണേലും വികസനങ്ങളില്ലെന്ന് നമുക്ക് പറയാൻ പറ്റിയൊന്നുമില്ല. എല്ലാം നല്ലൊരു അഭിപ്രായം ഉള്ളത്. അത് മാത്രം പറയാനുള്ളൂ. ആര് ജയിച്ചാലും നമുക്ക് വിരോധമില്ല. സൗകര്യപ്പെട്ടാൽ പോയി വോട്ട് ചെയ്യും. ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കാനാണ് സാധ്യത. ഒരു പാർട്ടിയെ എടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഇനി തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. രണ്ട് പാർട്ടികൾ കൂടി വന്നിട്ടാണെങ്കിൽ ജയിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എത്ര സ്ഥലത്ത് സെലിബ്രിറ്റീസ് തന്നെ മത്സരിക്കുന്നത്. നമ്മുടെ അഖിൽ മാരാർ, അഞ്ജലി നായർ, പിന്നീടല്ലോ ആതിര അടി നായർ. അയ്യോ, വെറും പ്രഹസനങ്ങൾ മാത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. ആതിരയുടെ പ്രത്യേകിച്ചും LDF അല്ലാതെ പിന്നെ ആരെ ഇവിടെ വരാനുള്ളത്? LDF തന്നെ, അതിലൊരു മാറ്റമില്ല. LDF തന്നെ ആര് ജയിച്ചാലും പ്രശ്നമില്ല. ഞാൻ വോട്ട് ചെയ്യാൻ പോലും പോകാറില്ല. അതെന്താ? താല്പര്യമില്ലാത്തതുകൊണ്ട്. എനിക്ക് BJP ജയിക്കണം എന്നാണ്. BJP ജയിക്കണം എന്നാണ് ആഗ്രഹം. ഞാൻ BJP കരുത്തിയാണ്. എല്ലാവരും രക്ഷിക്കാമെന്നും പറഞ്ഞാൽ വരുന്നത്. പക്ഷേ വോട്ട് കിട്ടി അധികാരം കിട്ടി കഴിയുമ്പോൾ എല്ലാവരും അത് മറന്നുപോകും. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള തൃപ്പൂണിത്തുറ മണ്ഡലത്തിലാണ് ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത്. ഈ മണ്ഡലം ഇത്തവണ ആര് തൂക്കും? നമുക്ക് ജനങ്ങളോട് തന്നെ അവരുടെ അഭിപ്രായം ചോദിച്ചറിയാം. ഈ മണ്ഡലത്തിൽ BJP ജയിക്കും. അഞ്ജലി നായർ കൊണ്ടുപോകും. കൊണ്ടുപോകും. കാരണം ഈ മണ്ഡലത്തിൽ 2 പാർട്ടി ചെയ്ത് ഒന്നും ചെയ്യുന്നില്ല. അവര് ഒരു ഇരുമ്പ് പാലം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. അതാണ് ഇരുമ്പ് പാലം. ഇവിടെ എന്താ ഉള്ളത്? വികസന പ്രവർത്തനം. വികസനം കുറവാ തൃപ്പൂണിത്തുറയില്ലേ. അപ്പോൾ വേറൊരു മാറ്റം വരണം. ഇവിടുത്തെ മെയിൻ പ്രശ്നം വേസ്റ്റ് തന്നെ. ഇരുമ്പ് പാലം, പേട്ട ബസ് സ്റ്റോപ്പ്, പേട്ട അതില്ലേ, ഇവിടെ എല്ലാം പ്രശ്നങ്ങളാണ്. റോഡ് ബ്ലോക്ക് മൊത്തം പ്രശ്നമാണ് ഇവിടെ. എല്ലാം അവനവൻ്റെ വീട്ടിലേക്ക് കൊണ്ടാവാൻ പോകുക. അഴിമതിയാണ്, മൊത്തം അഴിമതിയാണ് 2 പാർട്ടിയും. അപ്പോൾ ഒരു മാറ്റം വരണം. അതാണ് നമ്മളാഗ്രഹം. കേരളത്തിൽ തവണ താമര വിരിയോ? കേരളത്തിൽ താമര വിരിയും, മറ്റാരും വിരിയാൻ സമ്മതിക്കില്ല. അവർ 2 പേരും ചേർന്നിട്ട് തോൽപ്പിക്കാൻ നോക്കുകയും അറിയോ. താമര വിരിയും, പക്ഷേ അവർ വിരിയാൻ സമ്മതിക്കില്ല. കുറച്ച് സീറ്റ് കിട്ടും, അറിയോ. ഉണ്ണികൃഷ്ണൻ ജയിക്കണം. അത് തന്നെ. ഇത്രയും നല്ലൊരു ഭരണം ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അയാൾ ജയിക്കണമെന്ന്. LDFന്റെ സ്ഥാനാർത്ഥി ഉണ്ണികൃഷ്ണൻ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും. അഞ്ജലി നായർക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇല്ലില്ല. ആ 3ാം സ്ഥാനത്ത് പോകും. LDFന്റെ സ്ഥാനാർത്ഥി ജയിക്കും ഉണ്ണികൃഷ്ണൻ. കോൺഗ്രസ് ജയിക്കുള്ളൂ. ജയിക്കുന്ന വിശ്വാസം. കാരണം എന്താ? കാരണം അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പക്ഷെ ഇപ്രാവശ്യം കോൺഗ്രസ് ജയിക്കുള്ളൂ. ഒരു അവസ്ഥ വെച്ചിട്ട് എനിക്ക് തോന്നുന്നു UDF ആയിരിക്കാം എന്ന് തോന്നുന്നു. ഇവിടെ അഞ്ജലി നായർ മത്സരിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഐഡിയ ഇല്ല. ആള് സെലിബ്രിറ്റിയാണ്. പക്ഷെ എന്നാലും എനിക്കറിയില്ല. മറ്റേ NDA ആയിട്ട് ഇപ്പം NDA ആയിട്ടൊക്കെ ഇവർ എത്ര പേര് ഇപ്പോൾ ഇവിടെ ഇങ്ങനെ നോക്കാം. എനിക്ക് തോന്നുന്നു UDF ആയിരിക്കും കുറച്ചുകൂടി വരാൻ ചാൻസ് ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ അങ്ങനെ ഭയങ്കര ത്രികോണ മത്സരം തന്നെയാണ്. ജയിക്കാൻ സാധ്യത ഇപ്പോൾ കോൺഗ്രസിനാണ്. കോൺഗ്രസിന് ഇപ്പം ഭരണം മാറണം എന്നുള്ളൊരു ചിന്ത, കേരളത്തിന് ഭരണം മാറണം എന്നുള്ള ചിന്ത വന്ന കാരണം അഞ്ജലി നായർക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ മണ്ഡലത്തിൽ? ഒരു 2ാം സ്ഥാനത്തേക്ക് വോട്ട് പിടിക്കും. വോട്ട് കുറച്ച് പിടിക്കുമായിരുന്നു. BJPയുടെ ഒരു ഭരണം കൂടി ഇവിടെ നടക്കുന്നതുകൊണ്ട് കോർപ്പറേഷൻ ഈ മുനിസിപ്പാലിറ്റി ഇപ്പം അവരാണല്ലോ ഭരിക്കണം. അതുകൊണ്ട് ചെറിയൊരു 2ാം സ്ഥാനത്തേക്ക് എത്താനുള്ള ചാൻസ്. BJP അല്ലെങ്കിൽ UDF. അഞ്ജലി നായർക്ക് സാധ്യതയുണ്ടോ? സാധ്യതയുണ്ട്. 99% സാധ്യതയുണ്ട്. കോൺഗ്രസ് സെക്കൻഡായിട്ട് വരും. കാരണം വെച്ചാൽ ഭരണമാറ്റം ആഗ്രഹിക്കുന്നില്ല അവർ. കേന്ദ്രത്തിൽ മോദിജി ആവുകൊണ്ട് ഇവിടെയും കിട്ടിയാൽ എല്ലാവർക്കും ഗുണമുണ്ടെന്ന് എല്ലാവർക്കും കരുതുന്നു. അതുകൊണ്ട് കിട്ടും സാധ്യതയുണ്ട്. മോദിയുടെ പ്രവർത്തനങ്ങളിൽ തൃപ്തനാണോ? പിന്നെ പൂർണ്ണ തൃപ്തനല്ലേ. നമുക്ക് പിടിച്ചിരിക്കണം. അതുകൊണ്ട് നമ്മൾ പിടിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ പണ്ടേ കേരളം നമ്മൾ വിട്ടുപോകേണ്ടി വന്നേനെ. ചെറുപ്പക്കാർ ഒറ്റ പിള്ളേർ ഇവിടെ ഉണ്ടോ? ഒരാൾ എല്ലാവരും പോയി പോകില്ലേ. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് കൊടുക്കുന്നു. അവർ പുറത്തേക്ക് പഠിക്കുന്നത്. നമ്മുടെ പൈസ മുഴുവൻ പുറത്തേക്ക് പോണത്. ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മോദിജി തന്നെ വരട്ടെ എന്നാണ്. ഇവിടെ കേരളത്തിൽ ഒരു ഭരണമാറ്റം വന്നാൽ വളരെ നന്നാവും. നമ്മളെല്ലാം രക്ഷപ്പെടും. കേരളത്തിൽ താമര വിരിയോ? വിരിയും, തീർച്ചയായിട്ടും.
ഒരു 22 താമര വരാൻ സാധ്യതയുണ്ട് കുറഞ്ഞത്. 22 താമര വിരിയും. ഫുൾ കോൺഫിഡൻസ്. ഫുൾ കോൺഫിഡൻറ്റാണ്. 22 താമര വിരിയും കേരളത്തിൽ. അതിനുള്ള പ്രവർത്തനം നന്നായിട്ട് നടക്കുന്നുണ്ട്. ഈ UDF ജയിക്കുമായിരിക്കും. അഞ്ജലി നായർ എന്ന് പറഞ്ഞാൽ മറ്റേ 20യുടെ സാധ്യതയില്ല, സാധ്യത കുറവാണ്. ഇവിടെ ഈ മണ്ഡലം സാധ്യത ഒന്നുകിൽ LDF-ന് അല്ല UDF-നാണ് ഇപ്പം മേൽക്കൈ എന്നാണ് എൻ്റെ വിശ്വാസം. സർക്കാർ വന്നാലും പാവപ്പെട്ടവനക്ക് ഒരു ഗതിയും കിട്ടുന്നില്ല. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ചോദ്യം ചോദിച്ചായിരുന്നു. ഈ ഇടതുപക്ഷക്കാരും വലതുപക്ഷക്കാരും BJP ഉണ്ടായിരുന്നു. അസംഘട മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആർക്കെങ്കിലും നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞിട്ട് ആരും ഒന്നും ചെയ്യുന്നില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ 3000 പെൻഷൻ കൊടുക്കും, 5000 കൊടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞങ്ങളൊരു ചോദ്യം ചോദിക്കുന്നുള്ളൂ. ഒരു 1000 സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ അതിൻ്റെ മേളിൽ ഒരു വീട് പണിത് കഴിഞ്ഞാൽ അവൻ്റെ കാർഡ് മാറ്റിക്കളയുകയാണ്. അപ്പോൾ അവനക്ക് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയാൽ ഒരു മരുന്ന് പോലും കിട്ടുന്നില്ല. അതിന് ഈ മാറി മാറി വരുന്ന സർക്കാരുകൾ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതിന് നേരെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ജനങ്ങൾ അത് ആളെ നോക്കിയല്ല, പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യും എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അങ്ങനെയുള്ള വ്യക്തിക്ക് വോട്ട് ചെയ്യുക, ജയിപ്പിക്കുക, പാവപ്പെട്ടവനെ രക്ഷപ്പെടുത്താനുള്ള ഒരു എന്താ പറയുക, ഒരു മാനദണ്ഡം. അത് ഏത് പാർട്ടി വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഒരു പാർട്ടിയെ എടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും ജനങ്ങൾക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഇനി തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ വരണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ജനത്തിൻ്റെയൊക്കെ ഒരു അഭിപ്രായം വെച്ച് നോക്കുകയാണെങ്കിൽ LDF ആണ് അധികാരത്തിൽ വരാനുള്ളത്. വീണ്ടും വരും. നേരത്തെ കഴിഞ്ഞ പ്രാവശ്യം ഇത് കോൺഗ്രസ് അല്ലായിരുന്നു വന്നത് അധികാരത്തിൽ. ഇപ്രാവശ്യം LDF അധികാരത്തിൽ വരാനാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത്. അഞ്ജലി നായർക്ക് എന്തെങ്കിലും സാധ്യതയുണ്ട് ഇവിടെ? ഒരു അഞ്ജലി നായർ കുറച്ച് വോട്ട് പിടിച്ച് മാറ്റും, അത്രേ ഉള്ളൂ. വിജയസാധ്യത തീരെ കുറവാണ്. കോൺഗ്രസ് ജയിക്കുള്ളൂ. കോൺഗ്രസ് ജയിക്കുള്ളൂ. കാരണം കോൺഗ്രസിനാണ് മുൻതൂക്കൂടെ. അഞ്ജലി നായർക്ക് എന്തെങ്കിലും സാധ്യതയുണ്ട് ഇവിടെ? അതില്ല, കോൺഗ്രസ് ജയിക്കുള്ളൂ. LDF-ന്റെ ആൾ ജയിക്കുമെന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം. LDF-ന്റെ ഉണ്ണികൃഷ്ണൻ. എന്തുകൊണ്ടാണ് കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും LDF-ന്റെ കരുത്ത് തെളിയിക്കാനുള്ള മത്സരമാണ്. അപ്പോൾ ഉണ്ണികൃഷ്ണൻ ജയിക്കണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ അടിപൊളിയാണോ? പ്രവർത്തനങ്ങൾ അടിപൊളിയാണ്. LDF-ന്റെ പ്രവർത്തനങ്ങൾ അടിപൊളിയാണ്. ഈ ഇന്ത്യ രാജ്യത്ത് വെച്ച് ഏറ്റവും ബെസ്റ്റ് ദൈവത്തിൻ്റെ നാടെന്ന് വിശേഷിപ്പിക്കാൻ പറ്റിയ കേരളമാണ്. ആ കേരളത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ അഞ്ജലി നായർക്ക് വിജയ സാധ്യതയുണ്ടോ? അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഞങ്ങളുടെ സ്ഥാനാർത്ഥിയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു. അഞ്ജലി ആദ്യം ജയിക്കാണ്ടിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ സാറാ ജയിക്കുള്ളൂ. പിണറായിയുടെ ഇതിൽ ഞങ്ങൾക്കൊക്കെ ഒരു നല്ലൊരു അഭിപ്രായമാണ്. നല്ല പ്രവർത്തനങ്ങളാണ്. പ്രവർത്തനങ്ങളൊക്കെ നല്ലതാണ്. എന്നുവെച്ചാൽ റോഡുകളായാലും കാര്യങ്ങളായാലും ഇപ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും 1000 രൂപയായിട്ടും അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ജപ്തി വന്നതിൻ്റെ ആണെങ്കിലും വീടൊഴിച്ച് കൊടുക്കാനല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒരു ഏറ്റവും വലിയൊരു ഉപകാരമല്ലേ. അപ്പോൾ അതുകൊണ്ട് ജയിക്കുമെന്നുള്ളൊരു ഉറപ്പുണ്ട്. ഇവിടെ അഞ്ജലി നായർ മത്സരിക്കുന്നുണ്ടല്ലോ. അഞ്ജലി നായരുണ്ട്. ഇത് ചക്കയുടെ ചിഹ്നമായിട്ട്. അഞ്ജലി നായർക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ ഈ മണ്ഡലം? അതൊന്നും എനിക്കറിയാൻ പാടില്ല. ഞങ്ങൾക്ക് ഈ ഒരു ഇതാണ് ജയിക്കുള്ളൂ എന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസം. എനിക്കതേ പറയാനുള്ളൂ. എന്നാന്ന് വെച്ചാൽ തെറ്റുകുറ്റങ്ങൾ എല്ലാവരുടെയും ഭാഗത്തുണ്ടെങ്കിലും നമുക്കെല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്തിട്ടുള്ളൂ. ഇപ്പം ഞങ്ങൾക്കൊക്കെ ഈ കുമ്പളങ്ങി പാലാണേലും ഓരോ പാലങ്ങളാണേലും ഒക്കെ വന്നില്ല. റോഡുകളാണേലും വികസനങ്ങളില്ലെന്ന് നമുക്ക് പറയാൻ പറ്റിയൊന്നുമില്ല. എല്ലാം നല്ലൊരു അഭിപ്രായമാണ് ഉള്ളത്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഭരണം മന്ത്രി തന്നെ മുഖ്യമന്ത്രിയായിട്ട് വരുമെന്നുള്ള UDF അല്ല. ഇപ്പോൾ കഴിഞ്ഞ വർഷം 10 കൊല്ലമല്ല അവരുടെ ഭരണം ഞങ്ങൾക്ക് വെറുപ്പായി LDF-ന്റെ. അതുകൊണ്ട് UDF-നെ ജയിക്കൂടെ. ഇവിടെ അഞ്ജലി നായർക്ക് സാധ്യതയുണ്ടോ? ഇല്ല, ഒന്നുമില്ല. സാധ്യതയൊന്നുമില്ല. അവരെ ഇതല്ലേ 2020 സാധ്യതയില്ല. ഇല്ല. KN ഉണ്ണികൃഷ്ണൻ. കാരണം നമ്മുടെ ഈ 10 വർഷത്തെ വികസന പ്രവർത്തനങ്ങൾ എടുക്കാൻ പോയത് അത് തന്നെ ഏറ്റവും കൂടുതൽ വികസനം നടന്നേക്കണത് ഈ LDF ഭരിച്ചതിന് ശേഷമല്ലേ. അത് തന്നെ ഓർത്താൽ പോരെ. നമ്മുടെ LDF തന്നെ തുടർഭരണം കൊണ്ടുവരും. അഞ്ജലി നായർ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടല്ലോ. എന്തെങ്കിലും വിജയ സാധ്യതയുണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അവർ വോട്ട് പിടിക്കുമായിരിക്കും സെലിബ്രിറ്റി ആയതുകൊണ്ട്. പക്ഷെ എന്നാലും KN ഉണ്ണികൃഷ്ണനാണ് സാധ്യത കൂടുതൽ. ഒന്നാമത് ഈ 2022 ഈ NDA കൂടി ചേർന്നതിന് ശേഷം ഈ NDA-ന്ന് തന്നെ എത്രയോ പേര് പിളർപ്പ് ആയിപ്പോയി. അത് അറിയാൻ പാടില്ല. അതുപോലെ തന്നെ 2 പാർട്ടികൾ കൂടി വന്നിട്ടുണ്ടെങ്കിൽ ജയിക്കാൻ സാധ്യത എനിക്ക് തോന്നുന്നില്ല. ഇപ്പോൾ എത്ര സ്ഥലത്ത് സെലിബ്രിറ്റീസ് തന്നെ മത്സരിക്കുന്നത്. നമ്മുടെ അഖിൽ മാരാർ, പിന്നെ അഞ്ജലി നായർ, പിന്നെ ഉണ്ടല്ലോ ആതിര നായർ. അയ്യോ, വെറും പ്രഹസനങ്ങൾ മാത്രമായിട്ട് എനിക്ക് തോന്നുന്നത്. ആതിരയുടെ പ്രത്യേകിച്ചും. അഞ്ജലി നായർ നല്ലോണം വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. പക്ഷെ എന്നാലും തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ KN ഉണ്ണികൃഷ്ണൻ തന്നെ വിജയിക്കുകയുള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം ബാബുവാണ് ജയിച്ചത്. ഇതിന് പ്രാവശ്യം BJP-ക്കാണ് അവിടെ കൂടുതൽ
അവസരം വന്നേക്കുന്നത്. BJP സീറ്റ് പിടിക്കും. സീറ്റ് പിടിക്കുമല്ലോ, സീറ്റ് പിടിക്കുമെന്ന് തോന്നുന്നു. അഞ്ജലി നായർ ആയതുകൊണ്ടുള്ള പ്രശ്നമുള്ള BJPയുടെ നേരിട്ടുള്ളതായിരുന്നെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ കിട്ടിയത്. 2020 ആയതുകൊണ്ട് 2020 അങ്ങനെയില്ല, എന്നാലും വ്യക്തിപരമായ വോട്ടുകളൊക്കെ കിട്ടിയാണ് കൂടുതൽ BJPയുടെ. പറയാൻ പറ്റില്ല. ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയാണ്. അതുകൊണ്ടല്ലോ BJP കൊണ്ട്. പിന്നെ CPM ആരും നേരത്തെ അതിൽ ചുരുങ്ങിയ വോട്ടിലെല്ലാം പോയുള്ളൂ. പിന്നെ കോൺഗ്രസ് ആണ് കയറിയ 10,900 വോട്ടെല്ലാം ഉള്ളൂ. പിന്നെ ഇപ്പം BJP വന്നപ്പോൾ ഇപ്പോൾ അവിടെ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നതുകൊണ്ട് വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഇടതുപക്ഷ സർക്കാരിൻ്റെ അതല്ലേ നല്ലത്. കാരണം ചെയ്തുകൊണ്ടിരിക്കണം കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാറ് കുറേയൊക്കെ. മറ്റുള്ളവർ വന്നാൽ ഒന്നും ചെയ്യാൻ പോകില്ല. BJP വന്നിട്ടുണ്ടെങ്കിൽ കൊല്ലൊക്കെ ആയിരിക്കുള്ളൂ. ഇപ്പോൾ ക്രിസ്ത്യാനിക്കും മുസ്ലിമിനും ഇവിടെ താമസിക്കണമെങ്കിൽ LDF തന്നെ വന്നെ. അത്രേ പറയാനുള്ളൂ, വേറെ ഒന്നും പറയാനൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, LDF സർക്കാർ വരുമ്പോൾ 60 വയസ്സ് കഴിഞ്ഞവർക്ക് ചെറിയ തൊഴിലുള്ള ലോൺ കൊടുക്കണമെന്ന് പറഞ്ഞേക്കും. അതൊരാഗ്രഹമാണ്. അപ്പോൾ ഇത്ര പറയാനുള്ളത്. അപ്പോൾ LDF ജയിക്കട്ടെ, വരട്ടെ. ഓക്കെ. ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കാനാണ് സാധ്യത. തുടർ ഭരണം ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ പിന്നിൽ. അതെല്ലാം മനസ്സിലാക്കിയ ജനങ്ങൾ ഒരു മാറ്റം ആവശ്യപ്പെടുന്നുണ്ട്. ഈ മണ്ഡലത്തിൽ കെ.ബാബുവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ട്? കെ.ബാബുവിന്റെ പ്രവർത്തനം നല്ല പ്രവർത്തനമായിരുന്നു. ഇപ്പോഴും കെ.ബാബുവിന്റെ അനുയായിയാണ് നിൽക്കുന്നത്. അദ്ദേഹം നല്ല പ്രവർത്തനം ചെയ്യുമെന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. അഞ്ജലി നായർ ഈ മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ടല്ലോ, എന്തെങ്കിലും ഒരു വിജയ സാധ്യത? എല്ലാ പാർട്ടിനെ കുറിച്ച് നമുക്ക് പറയാൻ പാടില്ലല്ലോ. അഞ്ജലി നായരുടെ പാർട്ടിനെ കുറിച്ചുള്ളത് അവരുടെ ആൾക്കാർ പറയട്ടെ, അങ്ങനെ നമുക്ക് പറ്റുള്ളൂ. ശരി, ഓക്കെ. മണ്ഡലത്തിലെ 3 പേരും കട്ടക്ക് നിൽക്കുകയാണ്. ആരുടെയാണ് നമുക്ക് പറയാനെന്നുള്ള ഇത് സാധ്യത പറയാനായിട്ട് പറ്റില്ല. എന്നാലും UDF-ഉം കട്ടക്കാണ്, LDF-ഉം കട്ടക്കാണ്, നമ്മുടെ LDF-ഉം കട്ടക്കാണ്. അതിലിപ്പോൾ നമുക്കൊരു വിജയം പറയാനായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 3 പേരും നമുക്ക് കട്ടക്കായിട്ട് നിൽക്കുകയാണ്. വിജയ സാധ്യത ഇപ്പോൾ ഇവിടെ പറയുകയാണെങ്കിൽ ആർക്കും നമുക്ക് പറയാൻ പറ്റില്ല. ഇവിടെ NJOD ആയിട്ട് നിൽക്കുകയാണ്. അഞ്ജലി നായർക്ക് എന്തെങ്കിലും സാധ്യതയുണ്ടോ? അവരൊരു കലാകാരി ആയതുകൊണ്ട് കുറേ ആളുകൾ അവരുടെ കൂടെ ഉണ്ട്. അല്ലാണ്ട് അവർക്ക് പ്രത്യേക സാധ്യത ഞാൻ കാണുന്നില്ല. പിന്നെ 2020 ഒരു ഇതായ കാരണം കൊണ്ട് ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും സാധ്യത ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ മണ്ഡലത്തിൽ കെ.ബാബുവിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെ വിലയിരുത്തുന്നു? ബാബു ചേട്ടനൊരു പൊതുപ്രവർത്തനമായിരുന്നു. നമ്മളുടെ എല്ലാവരുടെയും ഒരു കണ്ണിലുണ്ടിയായിരുന്നു. എന്ത് ആവശ്യമുണ്ടെങ്കിലും വീട്ടിൽ വിളിച്ചാൽ പറ്റുന്ന ഒരു ബാബുച്ചേട്ടനായിരുന്നു. അപ്പോൾ ബാബുച്ചേട്ടനായിരുന്നെങ്കിൽ UDF ആയിരിക്കും പോയിക്കൊണ്ടിരിക്കണമായിരുന്നു. ഇപ്പോൾ ബാബുച്ചേട്ടൻ ഇപ്പോൾ പ്രായമൊക്കെ അതുകൊണ്ട് പുള്ളി മാറി കൊടുത്ത് അടുത്ത തലമുറ വരട്ടെ എന്നുള്ള ഒരു അടിസ്ഥാനമാണ്. അതൊരു തെറ്റല്ല. ഈ മണ്ഡലത്തിനെ പറ്റി പറയുകയാണെങ്കിൽ തൃപ്പൂണിത്തുറയിലുള്ള ആരും ഇവിടെ മത്സരിക്കുന്നത്. അപ്പോൾ മത്സരിക്കണത് തന്നെ NDAയുടെ സ്ഥാനാർത്ഥിയാണ്. തൃപ്പൂണിത്തുറയിലുള്ള ഒരാളെന്ന് പറയാൻ പേരിൽ മത്സരിക്കുന്നത്. തൃപ്പൂണിത്തുറയിൽ നല്ലൊരു ആൾക്കാരും ഇല്ല എന്നുള്ളൊരു സജീവ പരിഗണനയല്ല ആ രാഷ്ട്രീയത്തിൽ നമ്മൾ കാണുന്നത്. ഒരു തൃപ്പൂണിത്തുറക്കാരന് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ നിൽക്കാൻ തൃപ്പൂണിത്തുറ മണ്ഡലത്തിലുള്ള ഒരാളെ കിട്ടി. അതും ബൈക്കിലുള്ള ഒരാളെ പിടിച്ച് LDF നിർത്തി. പിന്നെ മറ്റേ കക്ഷി എവിടെയുള്ള ആളാണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. എന്നാലും വല്ലാത്തൊരു പോരായ്മ ഒരു തൃപ്പൂണിത്തുറക്കാരനെ കിട്ടിയില്ലല്ലോ എന്ന് ഓർത്തിട്ട്. അത് മാത്രം പറയാനുള്ളൂ. ഇപ്പം ആര് ജയിച്ചാലും നമുക്ക് വിരോധമില്ല. സൗകര്യപ്പെട്ടാൽ പോയി വോട്ട് ചെയ്യും. കഴിഞ്ഞ MLA പ്രവർത്തനങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ MLA ഏത് രീതിയിൽ പ്രവർത്തിച്ചെന്ന് നമുക്ക് ഇതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ഇനി വരാൻ പോകുന്ന ആൾ ഏത് രീതിയിൽ പ്രവർത്തിക്കുന്നുള്ളത് നമുക്കൊട്ട് അറിയാനും പാടില്ല. നമുക്ക് രാഷ്ട്രീയത്തിൽ പൊതുവെ പറഞ്ഞൊരു വല്ലാത്ത അനിശ്ചിതത്വം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഷ്ട്രീയം അവരവരുടെ പോക്കറ്റ് വെപ്പിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. അഞ്ജലി നായർ ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പൊളിറ്റിക്സ് എന്നൊന്നും സാധനമില്ല. ആര് ജയിച്ചാലും എനിക്ക് യാതൊരുവിധ വിരോധമില്ല. കാര്യം ഇവരെ കൊണ്ട് ആരെ കൊണ്ടും നമുക്ക് നേട്ടമൊന്നുമില്ല. നമ്മൾ നേരം വെളുത്ത് നമ്മുടെ പണിക്ക് വേണ്ടി നമ്മുടെ പണി ചെയ്യുന്നു, നമ്മളെ കടം കഴിഞ്ഞ് നമ്മൾ പോകും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഒരു രാഷ്ട്രീയക്കാരെ കൊണ്ടും ഒരാൾക്കും ഒരു മേന്മയില്ല. നമ്മളെന്തെങ്കിലും കാര്യം കാണാൻ ചെന്ന് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഇവരിലൊക്കെ കൈയും കാലും ഇട്ട് അടിക്കണം. നമ്മൾ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് വിടുന്ന ഈ ആൾക്കാരുടെ അടുത്ത് നിന്ന് നമ്മളൊരു കാര്യം പറഞ്ഞ് നമ്മളൊരു കാര്യം സാധിക്കാൻ വേണ്ടി ചെയ്യുന്നത് കൈയും കാലും ഇട്ട് പിടിക്കണം. അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം മുതലുള്ള പല മേൽത്തട്ട് മുതൽ താഴെത്തട്ട് മുതൽ കീഴ്ത്തട്ട് മുതൽ മേൽത്തട്ട് വരെയുള്ള ആൾക്കാരെ സെർച്ച് ചെയ്ത് കൈയും കാലും പിടിച്ച് വേണം ഒരു കാര്യം ചെയ്യും. എന്തിനാ അങ്ങനെ കഷ്ടപ്പെടുന്നത്? ആര് വേണം ജയിച്ചോട്ടെ, എനിക്കൊരു വിരോധം. കാരണം എല്ലാ പാർട്ടികളും നല്ല ടൈറ്റ് ആയിട്ടുള്ള മത്സരമാണ്. ഒരുപാട് മത്സരം തന്നെയാണ്. അപ്പോൾ ഏത് പാർട്ടി ജയിക്കാന്ന് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളൊരു സമയം ഇപ്പം പറയാൻ പറ്റില്ല. ഇപ്പോൾ ആർക്ക് തമ്മിലായിരിക്കും കൂടുതൽ മത്സരം എന്ന് പറഞ്ഞാൽ 3 പാർട്ടികളും സ്ട്രോങ് ആണ്. കോൺഗ്രസും LDF-ഉം BJPക്ക് വരപ്പോൾ 2020 ആണ്. 3 മത്സരം എന്നാണെങ്കിലും ത്രികോണ മത്സരം തന്നെ സ്ട്രോങ് ആയിട്ട് നടക്കുന്ന മണ്ഡലമാണ് തൃപ്പൂണിത്തുറ. അപ്പോൾ ഏത് പാർട്ടി ജയിക്കുന്നു അങ്ങനെ മുൻതൂക്കമൊന്നും പറയാൻ പറ്റില്ല. അഞ്ജലി നായർക്ക് വിജയ സാധ്യതയുണ്ടോ? അതൊന്നും പറയാൻ പറ്റില്ല. നമുക്ക് മത്സരം കണ്ടു തന്നെ അറിയണം. കാരണം മുനിസിപ്പാലിറ്റി ഓൾറെഡി BJPയുടെ കയ്യിലാണ്. അതുകൊണ്ട് അവരും ശക്തരാണ്, മറ്റവരും ഒത്തും പുറകിലല്ല. കാത്തിരുന്ന് കാണണം. LDF അല്ലാതെ പിന്നെ ആരെ ഇവിടെ വരാനുള്ളത്? LDF തന്നെ. LDF തന്നെ വീണ്ടും വരും. LDF തന്നെ.
അതിലൊരു മാറ്റമില്ല LDF തന്നെ. കാരണം LDF എന്ന് വെച്ചാൽ ഒത്തിരി വികസനങ്ങൾ കമ്മ്യൂണിസ്റ്റ് ചെയ്തിട്ടില്ലേ, ഒത്തിരി വികസനങ്ങളല്ലേ ചെയ്തിരിക്കണം. സമാനതകളില്ലാത്ത വികസനങ്ങളാണ് LDF സർക്കാർ ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് LDF സർക്കാർ തന്നെ. LDF അല്ലാതെ ആരും ഇല്ല ഇവിടെ. അഞ്ജലി നായർക്ക് എന്തെങ്കിലും വിജയ സാധ്യതയുണ്ടോ ഇവിടെ? അഞ്ജലി നായർക്കൊരു വിജയ സാധ്യത ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം എന്താണെന്ന് വെച്ചാൽ 2020 ശരിക്കും എനിക്കറിയാവുന്നത് കൊണ്ട് പറയാണ്, 2020 ആ കിഴക്കമ്പലത്ത് കുറച്ച് വികസനങ്ങളല്ല, വേറെ ഒരു കാര്യങ്ങൾ 2020 ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ കുറച്ച് വോട്ട് പിടിക്കാൻ വേണ്ടി അവിടെ നിർത്തിയിരിക്കുന്നതാണ് BJP-നെ. അപ്പോൾ എന്തായാലും LDF അല്ലാതെ വേറെ ആരും ഇല്ല ഇവിടെ. അടുത്തതൊരു തുടർഭരണമാണോ ഭരണമാറ്റാണോ ആഗ്രഹിക്കുന്നത്? തുടർഭരണം തന്നെ വരണമെന്നാണ്. കാരണം പിണറായി സർക്കാർ ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി, കേരളത്തിന് വേണ്ടി ഒത്തിരി സഹായങ്ങൾ ചെയ്തിട്ടുണ്ട്, പാവപ്പെട്ടവർക്ക് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു പോയിട്ടുള്ളതാണ്. അതുകൊണ്ട് LDF തന്നെ വരണം, അതാണ്. ഓക്കെ, താങ്ക് യു. ആര് ജയിച്ചാലും പ്രശ്നമില്ല, ഞാൻ വോട്ട് ചെയ്യാനും പോലും പോകാറില്ല. അതെന്താ? താല്പര്യമില്ലാത്തതുകൊണ്ട്. വോട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് വികസനമൊന്നും ഉണ്ടാവില്ലല്ലോ. വേണ്ട, നമുക്ക് ആ വികസനം വേണ്ട, രാഷ്ട്രീയക്കാരുടെ വികസനം നമുക്ക് വേണ്ട. രാഷ്ട്രീയക്കാരുടെ വികസനം വേണ്ട. വേണ്ട. അപ്പൊ പിന്നെ ഈ നാട്ടിലെ ആരുടെ വികസനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്? ദൈവം കൊണ്ടുള്ള വികസനം, ദൈവത്തിന്റെ വികസനമാണ്. അതാണ് ശരി, അതാണ് സത്യം, അതാണ് യാഥാർത്ഥ്യം. അഭിപ്രായം പറയുകയാണെങ്കിൽ ദീപക് ജോയെ ജയിക്കുള്ളൂ. ദീപക് ജോയ് UDF-ന്റെ. കാരണം അങ്ങനെയാണ് പഴയ MLA അതിനുമാത്രം നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ മണ്ഡലത്തിന് വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആ പാരമ്പര്യം തുടരുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അഞ്ജലി നായർക്ക് സാധ്യതയുണ്ടോ? അഞ്ജലി നായർക്ക് സാധ്യത കുറവാണ്. പക്ഷേ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ കൂടുതൽ വോട്ട് അവർ കരസ്ഥമാക്കും. പക്ഷെ ജയിക്കില്ല. ഇവിടെ ശക്തമായ ഒരു ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുണ്ട്. ശക്തെന്ന് പറയാനൊന്നുമില്ല, ആസ് യൂഷ്വൽ അത്രേ ഉള്ളൂ. തുടർഭരണമാണോ ഭരണമാറ്റമാണോ ആഗ്രഹിക്കുന്നത്? ഭരണം മാറ്റം വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അതാണ് കാരണം എന്താ? കാരണം വെച്ചാൽ കുറേ ജനങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഗവൺമെൻറ്. അതുകൊണ്ട് പല കാരണങ്ങളും. എല്ലാവരും വില വർധനവ്, എല്ലാവരും ടാക്സ് കൂട്ടി, ഏതിനാ കുറവുള്ളത്, എല്ലാറ്റിനും കൂട്ടിയിട്ടുണ്ട് കാശ്. അതുകൊണ്ടാണ് പറഞ്ഞത്. സാധാരണക്കാരനെ ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഓക്കെ, താങ്ക് യു. പറയോ? ആര് ജയിക്കുന്ന പറയാൻ എനിക്ക് 3 പേരും ഇപ്പം ത്രികോണ മത്സരം ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല. ചേട്ടന്റെ അഭിപ്രായത്തിൽ ആര് ജയിക്കാനാണ്? എൻ്റെ ജയിക്കണം അഞ്ജലി നായർ ജയിക്കണം എന്ന് എൻ്റെ അഭിപ്രായം. ഞാൻ ഇടതുപക്ഷക്കാരനല്ലോ വലതുപക്ഷക്കാരനുമല്ല. 10-20 വർഷമായി കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും ആര് വെച്ച് ചവിട്ടി കൂട്ടി. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇനിയൊരു മാറ്റം വേണം, അത്രേ ഉള്ളൂ. അഞ്ജലി നായർ ജയിക്കും? ജയിക്കുന്നല്ല, ജയിപ്പിക്കണം, അതാണ് എൻ്റെ മനസ്സ്. കെ ബാബുവിന്റെ പ്രവർത്തനങ്ങൾ അയ്യോ, കെ ബാബു നല്ല മനുഷ്യനായിരുന്നു കേട്ടോ, നല്ല മനുഷ്യനായിരുന്നു. എല്ലാവരും നന്നായിട്ട് നല്ല രീതിയിൽ പെരുമാറാനും സംസാരിക്കാനും ഒക്കെ നല്ല കാര്യങ്ങളായിരുന്നു. പക്ഷേ എല്ലാ മരണ വീട്ടിലും അവിടെ ഇവിടെയൊക്കെ എത്തലല്ല വേണ്ടത്, ജനങ്ങളുടെ പ്രശ്നങ്ങളിലേക്ക് ഇടപെടലാണ് ഏറ്റവും വലുത്. അപ്പോൾ നല്ല മനുഷ്യനായിരുന്നു ആൾക്കാരൊക്കെ സ്നേഹം. എനിക്ക് BJP ജയിക്കണം. BJP ജയിക്കണം എന്നാണ് ആഗ്രഹം. ഞാൻ BJP കാരിയാണ്. അതുകൊണ്ട് അവരൊന്ന് നോക്കട്ടെ ഭരിച്ച്. ഞാനെന്താ പറഞ്ഞ ഇപ്പൊ 2 പേരും മാറി പഠിച്ചില്ലേ, ഇപ്പൊ ഇവരും കൂടെ ഒന്ന് നോക്കിയാൽ നമുക്കൊന്ന് നോക്കാലോ. അഞ്ജലി നായർ നല്ല പ്രവർത്തനമായിരിക്കുമോ? നമുക്കറിയില്ലല്ലോ, പ്രാവശ്യം നോക്കിയാൽ കിട്ടിയാലേ അറിയുള്ളൂ. ഒന്നും പറയാൻ പറ്റിയ കണ്ടീഷനില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ രീതിയിലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, എന്നാൽ ബുദ്ധിമുട്ട് മാറണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ. അത്ര തന്നെ കാര്യം, വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാൻ. ഇവിടെ ഒരു ത്രികോണ മത്സരം നടക്കാൻ സാധ്യത. ത്രികോണ മത്സരത്തിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ ചാൻസ് ഇല്ലാത്തൊരു രീതിയാണ്, ആർക്കും കിട്ടാൻ ചാൻസ് ഇല്ലാത്ത രീതി. അഞ്ജലി നായർക്ക് എന്തെങ്കിലും സാധ്യതയുണ്ട് ഇവിടെ? അതായത് സാധ്യതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും രക്ഷിക്കാമെന്നും പറഞ്ഞാൽ വരുന്നത്. പക്ഷേ വോട്ട് കിട്ടി അധികാരം കിട്ടി കഴിയുമ്പോൾ എല്ലാവരും അത് മറന്നു പോകും. വേറെ ഒന്നും പറയാനില്ല, ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട്.